Beautrickz Nyanjino. In the video is all about sunscreen. What is sunscreen? Sunscreen benefits, how to use sunscreen. ഈ വക ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു ബെല്ലൈക്കൺ കൂടെ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. എങ്കിലാണ് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സൺസ്ക്രീൻ എന്തിനായിരിക്കും എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സൺസ്ക്രീൻ എന്താണെന്ന് പറയാം. സൺസ്ക്രീൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും. സൺ റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് സൺസ്ക്രീൻ. സ്കിൻ കെയറിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് സൺസ്ക്രീൻ. എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവും, സമ്മേഴ്സിലാണല്ലോ ഏറ്റവും കൂടുതൽ ഈ സൺബേൺ അതുപോലുള്ള കാര്യങ്ങളൊക്കെ, സൺ ഡാമേജസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് സമ്മേഴ്സിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതിയല്ലോ, വേറെ സീസൺസിലൊന്നും അപ്ലൈ ചെയ്യണ്ടല്ലോ എന്നുള്ളത് എനിക്കും അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എല്ലാ സീസണിലും അപ്ലൈ ചെയ്യണം സൺസ്ക്രീൻ. വിൻ്റർ ആണെങ്കിലും റെയിനി ആണെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യണം. കാരണം സൂര്യൻ അറിയില്ല ഇത് സീസൺ ഏതാണെന്നുള്ളതൊന്നും. ഏത് സീസൺ ആണെങ്കിലും സൺറൈസ് എപ്പോഴും ഉള്ള കാര്യമാണ്. അപ്പോൾ സൺറൈസ് നമ്മുടെ ദേഹത്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാൻ എന്തായാലും ഉണ്ടാകും. സമ്മർ സീസണിൽ അതിൻ്റെ അളവ് കുറച്ച്, അതായത് ആ സണ്ണിൻ്റെ ആ ഒരു ചൂട് അതൊക്കെ കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ടാനും കൂടുതലായിരിക്കും. സൺസ്ക്രീൻ തന്നെ പല ഫോമിൽ ഇറങ്ങുന്നുണ്ട്. ക്രീമി ഫോം, ജെൽ ഫോം, സ്പ്രേക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ പൗഡേർഡ് ഫോം, ടിൻറ്റഡ് ആയിട്ടുള്ളത്. ടിൻറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അത് തന്നെ. അപ്പോൾ അത് കൂടുതൽ ഗേൾസിനെ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളതാണ്. ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റാണ് സൺസ്ക്രീൻ. ബോയ്സിനാണെന്നുണ്ടെങ്കിൽ ഒരു ജെൽ ഫോമിലുള്ളത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ക്രീമിയേക്കാളും. കാരണം ക്രീമി ഫോമാറ്റിനൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്, ഇട്ട് കഴിയുമ്പോൾ ഒരു ഫേസിൽ ഒരു ഇത് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു ഫീലിംഗ് വരും. ഗേൾസിനാകുമ്പോഴത്തേക്കും അത് കുഴപ്പമില്ല. അപ്പോൾ ബോയ്സിന് വേണ്ടിയിട്ട് സ്പ്രേ ഫോമിലുള്ളതോ അല്ലെങ്കിൽ ജെൽ ഫോമാറ്റ്, ജെല്ലാകുമ്പോഴത്തേക്കും ക്ലിയർ ആണല്ലോ, ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഇട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. പിന്നെ ഈ സൺസ്ക്രീൻ ഇട്ടു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 100% പ്രൊട്ടക്ഷൻ കിട്ടാൻ പോകുന്നില്ല. ഒരു 97 to 98% വരെ കിട്ടാൻ പോകുന്നുള്ളൂ. ഇപ്പം കുട പിടിച്ചിട്ടുണ്ടെങ്കിലും, ഇപ്പം നിങ്ങൾ സ്കാർഫ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സൂര്യൻ്റെ ചൂടടിച്ചാൽ മതി നമുക്ക് ടാൻ വരാനായിട്ട്. വീട്ടിലുള്ളപ്പോൾ പോലും സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ അത് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ മാക്സിമം നമുക്ക് സ്കിൻ ഫ്രീ ആയിട്ടൊരു മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്ത് ഫ്രീ ആയിട്ട് വിടാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. അല്ലാതെ ലെയർ ചെയ്യാനൊന്നും ആർക്കും ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ സൺ ടാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരുന്നതാണ് പറയുന്നത്. പിന്നെ ഈ കുക്കിംഗ് ഗ്യാസ് എന്നുള്ള ചൂട്, അതിൽ നിന്നൊക്കെ നമുക്ക് സ്കിന്നിനെ ഡാമേജ് ചെയ്യാനുള്ള കണ്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ സ്കിന്നിന് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അത് ഒരു 15 മിനിറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ആ ഒരു 15 മിനിറ്റ്സിനേക്കാളും കൂടുതൽ ടൈം നിങ്ങൾ വെയിൽ കൊള്ളുന്നുണ്ട് എങ്കിലാണ് നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഈ സൺസ്ക്രീൻ നമ്മുടെ ഫേസിലും നെക്കിലും കൂടെ അപ്ലൈ ചെയ്യേണ്ട ഒരു അളവെന്ന് പറയുന്നത് മിനിമം 1 ടീസ്പൂണാണ്. കാരണം അത്രയും ഒരു എമൗണ്ട് എടുത്താലാണ് നമുക്ക് ആ ഒരു ഫങ്ഷണൽ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ടൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടില്ല. പിന്നെ പുറത്ത് പോകുന്നതിനൊരു മിനിമം 20 മിനിറ്റ്സ് മുമ്പെങ്കിലും ഇത് അപ്ലൈ ചെയ്തിരിക്കണം. എന്നാലാണ് അതിന് ഇൻഗ്രീഡിയൻസിന് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കണ്ടേ. അതെന്ന് പറയുന്നത് മിനിമം ഒരു 20 മിനിറ്റ്സ് ആണ്. മാക്സിമം ഒരു അരമണിക്കൂർ മുമ്പ് തേച്ചാലും മതി. പിന്നെ അതുമാത്രമല്ല, ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക്. അപ്പോൾ അതും ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ 20 മിനിറ്റ്സ് കൊണ്ട്. അല്ലാതെ നിങ്ങൾ പുറത്ത് പോകുന്നതിന് തൊട്ട് മുമ്പ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാവില്ല, സ്കിൻ ടാൻഡ് ആവുക തന്നെ ചെയ്യും. നിങ്ങളിപ്പോൾ ഒരു ഔട്ടിങ്ങിനൊക്കെ പോയി അല്ലെങ്കിൽ ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയിട്ടൊക്കെ വന്ന് സൺ ടാനൊക്കെ പിടിക്കുമ്പോൾ അത് ജസ്റ്റ് ഒരു ദിവസത്തെ ടാൻ ആണല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ വീട്ടിൽ വന്ന് ഉടനെ തന്നെ എന്തെങ്കിലും ഒരു ഫേസ് പാക്കോ എന്തെങ്കിലും ഒക്കെ യൂസ് ചെയ്ത് ഉടനെ തന്നെ അതൊന്ന് ക്യൂർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അല്ലാതെ നിങ്ങളത് അങ്ങനെ തന്നെ ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ടാൻ റിമൂവ് ആകാനായിട്ട് ഭയങ്കര പാടായിരിക്കും അത് പോകാനായിട്ട്.
അപ്പോൾ അങ്ങനെ ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്ന ടാൻ അങ്ങനെ ഡെയിലി ഇപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലും സ്ക്രബോ പാക്കോ ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഡെയിലി തന്നെ അതങ്ങനെ പോയിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ദിവസത്തെ ടാൻ ഇങ്ങനെ കിടക്കുമ്പോൾ അത് പിന്നെ ഒരു സ്കിൻ കളർ അതങ്ങനെ ആയിപ്പോവും. പിന്നെ അത് റിമൂവ് ആകാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാതെ ഒന്നും അത് പോവില്ല. അതല്ല പിന്നെ നിങ്ങൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സൺസ്ക്രീൻസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും അത് റിമൂവ് ആക്കാനായിട്ട്. അപ്പോൾ അതിൽ നല്ലത് നിങ്ങൾക്ക് ഡെയിലി തന്നെ ഈ ടാൻ കിട്ടുമ്പോഴത്തേക്കും അത് റിമൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ചെറിയ റെമഡീസ് എന്തെങ്കിലും ടിപ്സ് ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെ തന്നെ റിമൂവ് ചെയ്യുക. പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അല്ലാതെ ബെയർ ഫേസിലേക്ക് ഒരിക്കലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ സൺസ്ക്രീൻ സ്കിന്നിലേക്ക് പിനിട്രേറ്റ് ചെയ്യാൻ പാടില്ല, അതായത് സ്കിൻ അബ്സോർബ് ചെയ്യാൻ പാടില്ല. കാരണം ഇതിൽ ഒത്തിരി കെമിക്കൽസ് ഉണ്ട്, അതൊക്കെ സ്കിന്നിന് കുറച്ച് ഹാർഷാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി യു നീഡ് ടു അപ്ലൈ എ മോയ്സ്ചറൈസർ ബിഫോർ അപ്ലൈയിങ് ദ സൺസ്ക്രീൻ. പിന്നെ അടുത്തത് ഹൗ ടു അപ്ലൈ സൺസ്ക്രീൻ ആണ് പറയാൻ പോകുന്നത്. സൺസ്ക്രീൻ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു തിക്ക് ലെയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം ഫേസിൽ. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയിൽ അപ്ലൈ ചെയ്യരുത്, അതായത് ഒരു മസാജിങ് കൊടുക്കാൻ പാടില്ല. കാരണം നമ്മൾ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സൺ റേസിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ, അതിന് വേണ്ടിയിട്ട് ഒരു നമ്മുടെ സ്കിന്നിന് സൺറൈസിനും ഇടയിൽ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ സൺസ്ക്രീൻ കൊണ്ട് നമ്മുടെ സ്കിന്നിന് വേറെ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ സൺസ്ക്രീൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 1 ടീസ്പൂൺ അളവിൽ നമ്മൾ എടുക്കുക. ഫേസിനും നെക്കിനും കൂടെ നമുക്ക് അത്രയും ആവശ്യം വരും. കണ്ടോ, ഇത്രയും അളവ് എടുക്കുക. എന്നിട്ട് എല്ലായിടത്തും ഈവനായിട്ട് അപ്ലൈ ചെയ്യുക. ഈവൻ ആയിട്ടുള്ള ഒരു ലെയർ വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നെക്ക് ഒരിക്കലും വിട്ടുപോകരുത്. പിന്നെ നിങ്ങൾ ഹാഫ് സ്ലീവ് ഒക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, അല്ലാതെ മസാജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്കിന്നിൻ്റെ മുകളിൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ണിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം. എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ് സൺ ബ്ലോക്ക് ആണ്, ലോട്ടസിൻ്റെ. അപ്പോൾ ലോട്ടസിന് തന്നെ സൺസ്ക്രീനും ഉണ്ട്, സൺ ബ്ലോക്കും ഉണ്ട്. അപ്പോൾ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ സൺസ്ക്രീൻ ആൻഡ് സൺ ബ്ലോക്ക് എന്താണെന്ന് വെച്ചാൽ, സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് കുറച്ചൊന്ന് അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്താണത് റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സൺ റേസ്, നമുക്കിപ്പോൾ സൺ റേസിൽ തന്നെ നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള റേസ് ഉണ്ട്. അതിൽ ഹാംഫുൾ ആയിട്ടുള്ളതുണ്ട്, ബെനിഫിഷ്യൽ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഈ ബെനിഫിഷ്യൽ ആയിട്ടുള്ള റേസിനെ സ്കിൻ അബ്സോർബ് ചെയ്തിട്ട് ഹാംഫുൾ ആയിട്ടുള്ളതിനെ തിരിച്ചുവിടും, അതാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സൺ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിൽ ഒരു കംപ്ലീറ്റ് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഫുൾ റേസിനെയും നമ്മുടെ സ്കിന്നിലേക്ക് ഒട്ടും തന്നെ അബ്സോർബ് ചെയ്യാതെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സൺ ബ്ലോക്കാണ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം കൂടുതൽ ബെനിഫിഷ്യൽ എനിക്ക് സൺ ബ്ലോക്ക് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഒരു ഡിമെറിറ്റ് എന്ന് പറയാനായിട്ട് സൺ ബ്ലോക്കിൻ്റെ കുറച്ച് കൺസിസ്റ്റൻസി കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രീസി ആയിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി ഫോർ ഓയിലി സ്കിൻ. ഡ്രൈ സ്കിന്നുകാർക്ക് കുഴപ്പമില്ല. അപ്പോൾ സൺ ബ്ലോക്ക് വേണോ സ്ക്രീൻ വേണോ എന്നുള്ളത് ഓരോരുത്തരുടെ സ്കിന്നിന്, പിന്നെ നിങ്ങളുടെ ഇഷ്ടമൊക്കെ അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. പിന്നെ ലോട്ടസിൽ തന്നെ ഞാനിപ്പോൾ എടുത്തത് കുറച്ച് ക്രീമി ഫോമിലുള്ളതാണ്. അതല്ലാതെ ജെൽ ബേസ്ഡ് ആയിട്ടുള്ളതും ഉണ്ട്.
പിന്നെ ടിൻറ്റഡ് ആയിട്ടുള്ളതുണ്ട് എന്ന് വെച്ചാൽ ഒരു ഫൗണ്ടേഷൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് വരുന്നതുണ്ട്. അപ്പോൾ 3 ലോട്ടസിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജെൽ ബേസ്ഡ് ആയിട്ടുള്ളത് ഓയിലി സ്കിന്നുകാർക്കും ക്രീമി ആയിട്ടുള്ളത് അതായത് സൺ ബ്ലോക്ക് ഡ്രൈ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ടിൻറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അത് ബോത്ത് ഡ്രൈ ആൻഡ് ഓയിലി സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 345 റുപ്പീസാണ്. 100 ഗ്രാമാണുള്ളത്. പൊതുവേ സൺസ്ക്രീൻസ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. ഇപ്പം അല്ലാതെ ലോക്കൽ ബ്രാൻഡ്സിൻ്റെ സൺസ്ക്രീൻസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ അത് നമുക്ക് വേണ്ട പോലെ ഒരു റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വെൽ നോൺ ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എവറി 3 hours കൂടുമ്പോഴെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നാണ് പറയാറ്. പക്ഷേ അതിപ്പോൾ നമ്മളിപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറുതായിട്ടെങ്കിലും നമ്മൾ ക്രീം എന്തെങ്കിലും അപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ അതിൻ്റെ പുറത്തൂടെ വീണ്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോളേജിൽ പോകുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 3:30 ക്ലാസ് കഴിയുന്നത്. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഇതിനിടയ്ക്ക് വെയിൽ കൊള്ളുന്നില്ല എങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. ഒരു 2 തവണയൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഓക്കെ, പക്ഷെ അതിൽ കൂടുതൽ അപ്ലൈ ചെയ്യാന്നുള്ളത് നമുക്ക് പറ്റില്ല അല്ലേ. പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ മാക്സിമം നിങ്ങളുടേതായ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതായത് കുട പിടിക്കോ സ്കാർഫ് ഇടുകയോ അല്ലെങ്കിൽ ജാക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്താൽ അത്രയും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 100% പ്രൊട്ടക്ഷൻ കിട്ടാൻ പോകുന്നില്ല. ഇനി പറയാൻ പോകുന്നത് പാക്കേജിങ്ങിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്വെറ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് ഓക്കെയാണ്, പക്ഷേ നോൺ ഗ്രീസി ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ സൺ ബ്ലോക്ക് ആണ്, തിക്ക് കൺസിസ്റ്റൻസിയാണ്, പോരാത്തതിന് എൻ്റെ ഓയിലി സ്കിൻ കൂടിയാണ്. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് ഞാൻ ജെൽ ബേസ്ഡ് സൺസ്ക്രീനാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ബ്ലോക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നത് PA++, SPF 30, UVA, UVB. ഓക്കെ, അപ്പോൾ ഈ PA++ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ എന്തോരം കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ++ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ട്രിപ്പിൾ+ ഉണ്ട്, ഇതിപ്പോൾ ഡബിൾ+ ആണ്, സിംഗിൾ+ ഉണ്ട്. അപ്പോൾ മിനിമം നിങ്ങളൊരു ഡബിൾ+ ഉള്ളതെങ്കിലും യൂസ് ചെയ്യുക, അതായിരിക്കും നല്ലത്. ട്രിപ്പിൾ+ ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നിങ്ങൾ എന്തോരം വെയിൽ കൊള്ളുന്നുണ്ട് എന്നുള്ളതിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ നോർമലായിട്ടുള്ളൊരു ഇപ്പോൾ ജോലിക്ക് പോകുന്നവർ അങ്ങനെയൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ+ യൂസ് ചെയ്താൽ മതി. അല്ലാതെ നിങ്ങൾ വെയിലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ട്രിപ്പിൾ+, അതിൽ കൂടുതൽ പ്ലസ് ഉള്ളത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ UVA ആൻഡ് UVB. UV അറിയാലോ, അൾട്രാ വയലറ്റ്. A ഡിനോട്ട് ചെയ്യുന്നത് ഏജിങ് ആണ് ആൻഡ് B സ്റ്റാൻഡ്സ് ഫോർ ബേണിങ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 2 കണ്ടൻസും ഉണ്ട്, ഏജിങ്ങിനും ബേണിങ്ങിനും ഉള്ള കണ്ടൻസ്, അതായത് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ഏജിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഏജിങ്ങിലൂടെ നമുക്ക് വരുന്ന ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ റിങ്കിൾസ് വരും, പിന്നെ ടാനിങ്, പിന്നെ ഡിസ്കളറേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അമ്മമാരുടെ ഇവിടെയൊക്കെ ഒരു ഏജിങ് ആയി തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് പാടുകൾ വരുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഈ ഒരു UV റേസ് കൊള്ളുന്നതിൻ്റെ ഒരു ഡിഫക്റ്റ് തന്നെയാണ്. പിന്നെ ബേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ടാനിങ് തന്നെയാണ്. ഇപ്പോൾ ബേണിംഗ്, സൂര്യാഘാതം അറിയാമല്ലോ. സൂര്യാഘാതം എന്ന് പറയുമ്പോഴത്തേക്കും പല രീതിയിൽ അത് സ്കിന്നിൽ അപ്പിയർ ചെയ്യും. ചിലർക്ക് റാഷസ് ആയിട്ട് വരും, ഇച്ചിങ് ആയിട്ട് വരും, ചിലർക്ക് റെഡ്നെസ്, പിന്നെ ഒരു ഡിസ്കളറേഷൻ, ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടുന്ന രീതിയിൽ, അങ്ങനെയൊക്കെ പല തരത്തിലാണ് ഓരോരുത്തരുടെ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരിക. എത്രത്തോളം സെൻസിറ്റീവാണ് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരിക. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റൊക്കെ വെച്ചിട്ട് പൊല്യൂഷൻ അറിയാമല്ലോ എല്ലാവർക്കും എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് മിനിമം നിങ്ങളൊരു SPF 30 ഉള്ളത് വാങ്ങിക്കുക. SPF അറിയാമല്ലോ, അതവിടെ കൊടുത്തിട്ടുണ്ട്. SPF 30 സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ. അപ്പോൾ എന്തോരം നിങ്ങൾക്ക് ആ ഒരു സൺ പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളതാണ് ഈ 30, 40, 50, 70 അങ്ങനെയുണ്ട്. ആ ഒരു കൂടി വരുന്നത് നിങ്ങൾക്ക് എത്രമാത്രം പ്രൊട്ടക്ഷനാണ് സൺറൈസിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളതാണ് ആ ഒരു നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മിനിമം ഒരു 30 എന്തായാലും വേണം, മാക്സിമം ഒരു 70 വരെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്.
എല്ലാവർക്കും അറിയാം, അത്രയൊക്കെ തന്നെയുള്ളൂ. ഇതിലും കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.